നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സീറ്റുകളുടെ എണ്ണത്തിൽ കോൺഗ്രസിനെ മലർത്തിയടിച്ച് ബി.ജെ.പി. ഇതാദ്യമായി കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി ബി.ജെ.പി. മത്സരിക്കാൻ പോവുകയാണ്. 545 അംഗ ലോക്സഭയിലേക്ക് 437 സ്ഥാനാർത്ഥികളെയാണ് ബി.ജെ.പി. ഇത്തവണ മത്സരിപ്പിക്കുന്നത്. പാർട്ടി രൂപീകരിച്ച ശേഷം ആദ്യമായാണ് ബി.ജെ.പിക്ക് വേണ്ടി ഇത്രയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. കോൺഗ്രസ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത് 423 സീറ്റുകളാണ്. ഇതിനു മുൻപ് ബി.ജെ.പിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് 2009-ലായിരുന്നു. ആ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 433 സീറ്റുകളിലാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ നിർത്തിയത്. കോൺഗ്രസ് 440 മണ്ഡലങ്ങളിൽ മത്സരിച്ചു. ഈ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 116 സീറ്റുകളും കോൺഗ്രസിന് 206 സീറ്റുകളും ലഭിച്ചു. 2014-ൽ ബി.ജെ.പി. 428 സീറ്റുകളിൽ മത്സരിച്ചു. അതിൽ 282 സീറ്റുകൾ നേടി. കോൺഗ്രസ് കൂടുതലിടങ്ങളിൽ സഖ്യകക്ഷികളുമായി ചേർന്നാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നതുകൊണ്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് വരാൻ കാരണം. ആന്ധ്രാപ്രദേശ്, തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിക്ക് സഖ്യമില്ല. എന്നാൽ ബി.ജെ.പിക്ക് വിജയസാധ്യത ഇല്ലാത്ത ഇടങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് എന്നതാണ് ബി.ജെ.പി. സീറ്റുകൾ കൂടാൻ കാരണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിയും കോൺഗ്രസും കഴിഞ്ഞാൽ കൂടുതൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചത് ബഹുജൻ സമാജ് പാർട്ടിയാണ്. 2014-ൽ ബി.എസ്.പി. ഒറ്റ സീറ്റിലും വിജയിച്ചില്ലെങ്കിലും അത്തവണ 503 സീറ്റുകളിൽ അവർ മത്സരിച്ചിരുന്നു. 2009-ൽ 500 മണ്ഡലങ്ങളിൽ മത്സരിച്ച ബി.എസ്.പി. 21 സീറ്റുകളാണ് നേടിയത്. എന്തായാലും ഇതുവരെയുള്ള ഘട്ടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ കനത്ത പങ്കാളിത്തമാണ് കാണാൻ കഴിഞ്ഞത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനാൽ അമേഠിക്കൊപ്പം ഇത്തവണ കേരളവും കോൺഗ്രസിന്റെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നായി മാറിയിരുന്നു. അതേസമയം ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലുള്ള താരപ്പോര് പ്രതീക്ഷിച്ചെങ്കിലും അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് വാരാണസിയിൽ മോദിക്കെതിരെ പ്രിയങ്ക മത്സരിക്കില്ലെന്ന് തീരുമാനമായി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.